റിസ്ക് എടുക്കാൻ നല്ല താല്പര്യം. റിസ്ക് എടുത്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, എന്ന് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ഭാഗ്യമാണ്. ആന മാത്രമല്ല, ഞാൻ എല്ലാ കാര്യത്തിലും എല്ലായിടത്തേക്കും എത്തുന്നു. ഞാൻ എനിക്കിഷ്ടമുള്ള എല്ലാ മേഖലകളിലും ഞാൻ വ്യവഹരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. മണിയേട്ടാ, ഇപ്പം മൊത്തത്തിൽ തന്നെയായിരുന്നില്ല, ഞാൻ അറിഞ്ഞില്ലല്ലോ. മൊത്തത്തിൽ ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ട് ഈ ആനഫീൽഡ്? ഫീൽഡില് വർഷം പറഞ്ഞാൽ കഷ്ടമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ആനയായിട്ടുള്ള അല്ല, അതുകൊണ്ട് ആനയായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ LP സ്കൂൾ ആയതുകൊണ്ട് ഞാൻ നല്ല ഓർമ്മയിൽ ആനത്തി പോകണം. ഞാൻ അല്പം എന്ന് പറയാൻ പറ്റില്ല, അത് കഷ്ടമാണ്. നമ്മുടെ വയസ്സ് വെച്ച് 2 വയസ്സിൽ ആനത്തി പോയി എന്ന് പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ലോ. 43-42 വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ. 35 ഉറപ്പ്, 100%. അത്രയും പോലത്തെ പഴക്കമുണ്ട്. പഴക്കച്ച ഞാനൊരു 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് ഈ കുഞ്ഞുമോൻ ചേട്ടൻ രാജശേഖരൻ അയക്കണം. ഞാനൊന്ന് പുറത്ത്, അദ്ദേഹം മരിച്ചു. പക്ഷെ ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ അത്രയും ആനയെ കണ്ട് നല്ല ബന്ധം തന്നെയാണ്, ഒരു സംശയം കാര്യത്തിലില്ല. ഞാൻ അത് കഴിഞ്ഞ് ഈ മേഖലയുമായി ഞാൻ നടന്നു തുടങ്ങിയത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 2000-2001 കാലഘട്ടത്തിൽ ആദ്യമായി എടുത്ത പരിപാടി തന്നെ എനിക്ക് പറയാൻ പറ്റും. പാറമേക്കാവ് രാജേന്ദ്രൻ ആനയായിരുന്നു. അവിടെ വാസുവേട്ടൻ എന്ന് പറഞ്ഞൊരു സൂപ്രണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം നമ്മളോടൊക്കെ വലിയ സ്നേഹം, അദ്ദേഹത്തിന് മക്കളൊന്നുമില്ല, അപ്പോൾ നമ്മളോടൊക്കെ വലിയ സ്നേഹമായിരുന്നു. അപ്പം അങ്ങനെ കുറേശ്ശെ അന്ന് എടുത്ത ഏക്കം തന്നെ എനിക്ക് 2500 രൂപയ്ക്കാണ് ആന എടുത്തത്. അങ്ങനെ തൊട്ട് ഞാൻ കുറേശ്ശെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ മേഖലയിൽ. അപ്പം ഞാൻ ചോദിക്കാൻ വന്നത് വീടുപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അന്ന് ആ ഒരു സമയത്ത് അച്ഛൻ അമ്മ എന്താണ്, അവരുടെ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ വീട്ടിലെ? എനിക്ക് ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേര് ശ്രീദേവി. അനുജൻ ശ്രീജേഷ്, അവൻ സർവീസ് ബാങ്കിൽ ജോലി ചെയ്യുന്നു. ചേച്ചിക്ക് ജോലിയൊന്നുമില്ല. ചേച്ചി വിവാഹം കഴിച്ചിട്ട് തൊട്ടടുത്തേക്ക് തന്നെ പ്രസാദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അയാൾ എൻ്റെ കട്ട സപ്പോർട്ടുകാരൻ, എൻ്റെ ഭയങ്കര സുഹൃത്താണ്. ആള് ദുബായിലാണ്, ഒരു മിനറൽ വാട്ടറിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്. വലിയ സെറ്റപ്പ് ഒന്നല്ല, ജോലി ചെയ്ത് ജീവിക്കുന്നു. അവർക്ക് 2 മക്കൾ, ഒരു മകൻ ഒരു മകള്. മകൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, പെൺകുട്ടി ഹൈസ്കൂളിൽ പഠിക്കുന്നു, 8ലോ ആയിട്ടുണ്ട്. പിന്നെ അനിയനൊരു മകൻ. എൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ്റെ ബന്ധു കൂടിയായിരുന്നു. ഞാൻ അവളെയാണ് കല്യാണം കഴിച്ചത്. എനിക്ക് പരിചയമുള്ള ആൾ വേണമെന്ന് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ ഇവളും കൂടി ബൈക്കിൽ ഫുൾ ടൈം കറങ്ങി പോകാറൊക്കെ ഉണ്ടായിരുന്നു. അത് അവളെല്ലാം എല്ലാവരും റോഡിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇവളെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ പറയും, നീ ഇവളെ കല്യാണം കഴിക്കുന്നു പറയും. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഞങ്ങൾ ആ സമയത്തില്ലായിരുന്നു. പിന്നീട് ചെറിയ ജീവിത സാഹചര്യമൊക്കെ മെച്ചപ്പോൾ പരിചയമുള്ള ആൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അവൾ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ ദയ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ NICUവിൽ ജോലി ചെയ്യണം. പിന്നെ എനിക്ക് 2 മക്കളാണ്. മൂത്തത് മകനാണ്, മകൻ്റെ പേര് ദേവദേവൻ, അവനെ ഉണ്ണിക്കണ്ണെന്ന് വിളിക്കും. പിന്നെ ഒരു മകളുണ്ട്, അവളുടെ പേര് ജാനകി. പിന്നെ അച്ഛൻ്റെ അമ്മയുണ്ട് കൂടെ, ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. രണ്ടുപേർക്കും ഇപ്പോഴും ഇതിനോട് എതിർപ്പില്ല? യാതൊരു വിധത്തിലും യാതൊരു എതിർപ്പില്ല. നമ്മൾ ഉണ്ടായിരുന്നു. അച്ഛനെ എതിർപ്പുണ്ടായിരുന്നു. അച്ഛന് ഭയങ്കര പേടി. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഒരു മക്കളോടുള്ള ഒരു കരുതലായിരിക്കാം. ഓരോന്ന് കാണില്ല, ഓരോ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ പേടിക്കണത്. നമ്മൾ പങ്കെടുക്കുന്ന എല്ലാ ജോലിയും അപകടമുള്ളതാണ്. നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? അച്ഛൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അന്നൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപത്തെ കാര്യം ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞ സത്യം ജീവിക്കുന്നൊക്കെ പറഞ്ഞില്ല. അതൊക്കെ പിന്നീടൊന്നും സംഭവം ഉണ്ടായിട്ടില്ല. തിരിച്ചു വരത്തില്ല എന്ന് 100% ഞാൻ വരില്ലായിരുന്നു നമ്മൾ പറയാലോ. ഞാൻ അതിൻ്റെ ഒപ്പം അങ്ങ് സഞ്ചരിച്ചു എന്നാണ് യാഥാർത്ഥ്യം. ഞാൻ രാത്രികളിലൊക്കെ ആനയുടെ കൂടെ പോയി നിൽക്കും. നമുക്ക് വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഇതൊന്നും ഒരു ബുദ്ധിമുട്ടിൽ പെടാൻ പാടില്ല. നമ്മൾ എവിടെയും ഒരു പാളിച്ച വരാതിരിക്കാൻ നന്നായി ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഈ ചേറ്റുവ ചന്ദനക്കുടം നേർച്ച പണ്ടൊരു വിഷയം ഉണ്ടായത് വീഡിയോസ് കണ്ടിട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നത്തെ വർഷം നടത്തിയത് ഞാനാണ്. അപ്പോൾ ആ വർഷം കണക്കാക്കിയോളൂ, എൻ്റെ പ്രായം കണക്കാക്കിയോളൂ. അന്ന് ജില്ലാ കളക്ടറുടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ പ്രോഗ്രാം നടത്തിയത്. എന്നോട് പ്രശാന്തേട്ടൻ പറഞ്ഞു, എന്ത് വില കൊടുത്ത് നടത്താൻ പറ്റി നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ നടത്തിയത്. ഞാൻ പറഞ്ഞു, എനിക്കത് കൃത്യമായി സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാനറിയാം. അങ്ങനെ തന്നെയാണ് ഈ ഗുജറാത്തിലേക്ക് എത്തിയത് പറഞ്ഞല്ലോ. അതുപോലെ മുംബൈയിൽ പോയിട്ടുണ്ട്. മുംബൈയിൽ ഡോംബിവില്ലി പൂരം നടത്താൻ സാമിയുടെ കൂടെ പോയിട്ടുണ്ട്. ഒരു പരിപാടി ഏറ്റെടുത്താൽ അത് നടത്താമെന്ന്, ഏറ്റവും നല്ല രീതിയിൽ അതിന് നടത്താമെന്ന് എനിക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ട്. എനിക്ക് ആണ്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഇതിനോടുള്ള ഇഷ്ടമാണ്. നമ്മൾ ഈ ആനസ്വാമിയോടും ഈ പറഞ്ഞ കുറ്റിമുക്ക് ഉണ്ണിയേട്ടൻ്റെയും ഗ്രാങ്ങാട് തമ്പുരാൻ്റെയും എല്ലാം ഒരു അനുഗ്രഹം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? ആനസ്വാമിയുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉച്ചയ്ക്ക് പോയി എനിക്ക് വിശക്കണം, ഞാൻ അവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് എപ്പോഴും പോവാം. ഇന്ന് ഇപ്പോൾ ആളുടെ മകനെ കുറച്ചടുത്ത് വിളിച്ചത്. നല്ല ഇഷ്ടമാണ് എനിക്ക്. ഞാൻ ആരും വെറുപ്പിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വന്ന് എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ഞാൻ അവരെ ഒന്നും പറയില്ല. ഈ പറഞ്ഞ ഗുജറാത്ത് പരിപാടി നടത്തി, ബോംബെയിൽ പരിപാടി നടത്തി, ചേറ്റുവ ചന്ദനക്കുടം, ഇങ്ങനെയുള്ള ഒരുപാട് വലിയ വലിയ പൂരങ്ങൾ, അതിനൊരു പ്രതിസന്ധി വരുമ്പോൾ വടപ്പായ മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി ഏറ്റെടുത്ത് നടത്താനും അതിലേക്ക് മുമ്പിലേക്ക് ഇറങ്ങി ചെല്ലാറുമുണ്ട്. അപ്പം ഈ ആനസ്വാമി ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രവൃത്തി പരിചയം അതിൽ കൂടുതൽ ഉപകാരപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ ഗുജറാത്തിലേക്കും മുംബൈക്കും പോയത് ആനസ്വാമിയുടെ സഹായിയായിട്ട് പോയതാണ്. ചേറ്റുവ ചന്ദനക്കുടം നേർച്ച ഞാൻ സ്വന്തമായി ഏറ്റെടുത്ത് നടത്തിയതാണ്. എനിക്ക് റിസ്ക് എടുക്കാൻ നല്ല താല്പര്യം. റിസ്ക് എടുത്താലേ നമുക്ക്
മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു ജോലിയും ചെയ്യാണ്ട് ഒരു ബുദ്ധിമുട്ട് സഹിക്കാതെ ആരെങ്കിലും നന്നായി ചരിത്രം ഉണ്ടോ? ഇല്ല. റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഞാൻ റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്നു. ആ റിസ്ക് ആണല്ലോ ഞാൻ പല മുറിവും വയ്യാതെയും കിടന്നിരുന്ന ആനകളെ കൊണ്ട് ഞാൻ നോക്കിയിരുന്നത്. എൻ്റെ മനസ്സിന് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നോക്കിയാൽ സംരക്ഷിക്കാം, സംരക്ഷിച്ചാൽ വിജയിപ്പിക്കാം. ആ വിശ്വാസമാണല്ലോ, ആ റിസ്ക് എടുത്തുകൊണ്ടാണല്ലോ നമുക്ക് ഈ മേഖലയിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. നമുക്ക് അവരിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തത പലപ്പോഴും ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാർ നമുക്ക് തരുന്നത് നമ്മൾ ആ റിസ്ക് എടുത്തതുകൊണ്ട് ഇതിനെ വിജയിപ്പിച്ചുകൊണ്ടാണല്ലോ അതെ. നമ്മളിതിനോട്. അപ്പോൾ അത് എനിക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അനസാമിയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ ശരി, മുഴുവൻ അങ്ങോട്ട് കറക്റ്റായിട്ട് നല്ല പോകാറ്. ഞാൻ അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ പോയിട്ടുള്ള തീരെ വ്യത്യാസം ഇല്ലാത്ത ഒരാൾ ചിലപ്പോൾ ഉണ്ണിയേട്ടൻ മാത്രം ഉണ്ടാവുള്ളൂ. എനിക്ക് ആളോട് അങ്ങനത്തെ ഒരു ഇഷ്ടമുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എന്ത് പറയാലോ, നമ്മളെ മനസ്സിലാക്കുന്ന വ്യക്തിയും കൂടെ. അതാണ് ഞാൻ പറഞ്ഞത്, അതെനിക്കിഷ്ടമാണ്. ആ ഇഷ്ടത്തിന് ഒരിക്കലും മാറ്റില്ലല്ലോ. ഭയങ്കര സ്നേഹം. ഞാൻ ചെറുക്കലെ മധുവേട്ടനായിട്ടും മംഗലാംകുന്നിൽ അണ്ണനായിട്ടും എഴുത്തച്ഛൻ ചേട്ടനായിട്ടൊക്കെ വളരെ ബന്ധമാണ്. ഞങ്ങൾ വല്ല ചില യാത്രകൾ പോകുമ്പോൾ ചേട്ടൻ എന്നെ വിളിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറയും. ഇപ്പോഴും പോകാറുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഒരു ബന്ധമുണ്ട്. പക്ഷേ അതിന് നല്ല ബന്ധമുണ്ട്, നല്ല സഹായങ്ങൾ. ഇപ്പോൾ എനിക്കാണ് സഹായം ചോദിച്ചാണെങ്കിൽ എനിക്ക് അവർ ചെയ്യുന്നു. സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ആനയായിട്ടോ എന്ത് സഹായം ചോദിച്ചാൽ ചേട്ടനും മധുവേട്ടനൊക്കെ എനിക്ക് ചെയ്യും. എൻ്റെ ഭാര്യയ്ക്ക് അപകടം പറ്റിയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആള് വേഗം മധുവേട്ടനും വന്നോടെ എന്നിട്ട് പറയാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഉണ്ണിയേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ അത്രയും വലിയ അപകടം സംഭവിച്ചത്, വലിയ അപകടമാണ്. അതുകൊണ്ടാണ് വണ്ടി ഇടിച്ചാണ്. വണ്ടി ഇടിച്ചത് ഭയങ്കര ഗുരുതരാവസ്ഥയും. വണ്ടി ഇടിച്ചു പറഞ്ഞാൽ ചേച്ചി ഓടിച്ച വണ്ടി? അവൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ വേറൊരു വണ്ടി വന്നിട്ട് മേല് അയാളെ നിയന്ത്രണം വിട്ട് വന്ന് കയറിയതാ. അങ്ങനെ സംഭവം ആളാകെ 10 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. പക്ഷെ ആ 10 ദിവസത്തിൽ 4 ദിവസം ഭയങ്കര ഗുരുതരാവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഞാൻ പിന്നെ ആർക്ക് എൻ്റെ അടുപ്പുള്ള ഒരാൾക്ക് എന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഓടിച്ചെല്ലും. അവിടെ വല്ലതും ചിലവാക്കണം, വന്ന പൈസ ചിലവാക്കണമെന്ന് പിന്നാക്കം നിൽക്കുന്ന സ്വഭാവം എനിക്കില്ലയെന്ന്. അപ്പോൾ എനിക്ക് എന്നെയും ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. പക്ഷേ എനിക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെ കുടുംബത്തിനെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ ഫാമിലി, അച്ഛൻ, അമ്മ എല്ലാവരും വലിയ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ജോലി ഇങ്ങനത്തെയാണ്. ഇത് ചിലപ്പോൾ നമുക്ക് വല്ല വരുമാനം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വല്ല വയ്യായ്ക്ക് വന്നാൽ വല്ലവരും വീടിൻ്റെ ഉമ്മറത്ത് ഇറക്കാൻ പോകാനൊന്നും എനിക്ക് താല്പര്യമില്ല. പണ്ടും അങ്ങനെ തന്നെയാണ്. ഒരു കാശ് ചെറിയ വരുമാനം വന്നപ്പോൾ ഇല്ലാത്ത സമയത്ത് ഞാൻ അങ്ങനെ തന്നെയാണ്. ഞാൻ അവരെ സുരക്ഷിതനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഉള്ള കാര്യം ആദ്യമേ പഠിപ്പില്ല. ചെറിയ പൈസ ചിലവ് വന്നത് അതിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അതില്ല എന്ന് കരുതി എന്നെ സഹായിക്കാൻ അങ്ങോട്ടും ഒരുപാട് ആൾക്കാർ. ഉണ്ണിയേട്ടനോട് പറഞ്ഞ് പോയിക്കോളൂ, ബില്ല് അടച്ചോളാന്ന് പറഞ്ഞു. ചോപ്പീസിൻ്റെ ഒരു സഹോദരൻ ചന്ദ്രേട്ടൻ എന്ന് പറയും. എന്നെ ഞാൻ വളരെ ഈ ചോപ്പീസ് സാധനം മേടിച്ചതിന് ശേഷം ഉണ്ടായൊരു ബന്ധമാണ്. പക്ഷേ അത്ര സ്നേഹമാണ്. പനി വന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് പറയുമ്പോൾ ആളവിടെ വരും. അങ്ങനെ ഒരു ഭാഗ്യം വേണ്ടേ നമ്മളെ തേടി വരാനും. ഞാൻ എല്ലാവരും തേടി ചെല്ലും, പക്ഷെ എന്നെ തേടി വരാൻ ആൾക്കാരുണ്ടെന്നുള്ള എനിക്കൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ട്. ഞാനത് ആരോടും മുഷിപ്പിക്കാനുള്ള ശ്രമം നടത്തി. നല്ല സുഹൃത്തുക്കളുണ്ട് ഇഷ്ടം പോലെ. ഡെയിലി ഞാൻ പറഞ്ഞല്ലോ, ഡെയിലി ഞാനും ആനയോടുള്ള സ്റ്റാറ്റസ് ഇടാത്തൊരു ദിവസം ഇടുന്ന ഒരാളുണ്ട്, ആനന്ദൻ എന്ന ആളുടെ പേര്. ഡെയിലി ഇടും. എൻ്റെ വീടിനത്ര സുഹൃത്താണ്. ആള് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആള് പറയാം ആളുടെ ജീവിതത്തിലെ ഒരു 2ാം ജന്മം ഞാനാന്ന് പറയാറ്. ആൾ അത്യാവശ്യം ലഹരിയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. മദ്യമൊക്കെ ഉപയോഗിച്ചിരുന്നു. ഞാൻ എൻ്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തിനൊക്കെ നിർത്തി. ദൈവത്തിൽ പറഞ്ഞുകൊണ്ട് ഇതിൽ എതിർപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടാണ്. അപ്പോൾ ആൾക്ക് എന്നെ ഭയങ്കര സ്നേഹമാണ്. എനിക്ക് തിരിച്ചു അയാളെ ഭയങ്കര സഹോദരനെ പോലെയാണ്. അപ്പം അങ്ങനെ അതൊരു ഭാഗ്യമാണ്. ആന മാത്രമല്ല, ഞാൻ എല്ലാ കാര്യത്തിലും എല്ലായിടത്തേക്കും എത്തുന്നു. എനിക്കിഷ്ടമുള്ള എല്ലാ മേഖലകളിലും ഞാൻ വ്യവഹരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. ഞാൻ പോകാറുണ്ട്. ഒരു യാത്ര പോകണം തോന്നിയാൽ പുറം നാട്ടിൽ പോലും സാമൂഹികമായിട്ട് ഏതൊരു കാര്യത്തിലും മുമ്പിൽ എൻ്റെ നാട്ടിൽ പോലും ഒരാൾക്ക് വയ്യാന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം മുൻപിൽ ഇറങ്ങും. നടന്ന് എനിക്കറിയുള്ള ആൾക്കാരെ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് തന്നെ ഒരു കരുതലെന്നൊരു ചെറിയ ഗ്രൂപ്പുണ്ട് എൻ്റെ കൂട്ടുകാരന്മാരുടെ. ആരെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ വെച്ചാൽ ഞങ്ങൾ അപ്പം തന്നെ 500 രൂപ അങ്ങനെ സഹായം ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ എടുത്ത കഷ്ടപ്പാട് നമുക്ക് ഓർമ്മയുള്ളത് കൊണ്ടും നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ നമുക്ക് കിട്ടുന്ന എല്ലാം നമുക്ക് മാത്രമല്ല, അർഹതപ്പെട്ട പലർക്കും നമ്മൾ പങ്കുവെക്കണം നമ്മൾ എന്ന് വിചാരിക്കുന്ന ആളെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോഴും വയ്യാതിരിക്കുന്ന ആനക്കാർക്കും അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആനക്കാർക്കും പല സംഘടനകൾ വഴി പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ. എന്നെ ഇപ്പോൾ കൂട്ടുകുമ്പന്മാർ സംഘടന വിളിച്ച് കേട്ടില്ലേ, വയ്യാത്ത വല്ല ആനക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചത് വെച്ചാൽ, ഈ കൂട്ടുകുമ്പന്മാരുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ 10-13 വർഷമായി ഈ സംഘടന രൂപീകരിച്ചിട്ട്. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഒരുപാട് ആന സംഘടനകളുണ്ട്. ഞാൻ ഇവരായിട്ട് വളരെ അടുപ്പമുള്ളതുകൊണ്ട് ഇവരുടെ പേര് പറഞ്ഞു മാത്രം. ഇത് ഒരു കൂട്ടായ്മ, ഇപ്പോൾ ദേശത്തൊരു അമ്പല കമ്മിറ്റി പോലെയല്ലാന്ന്. ഇത് ഈ കുടുംബമാർന്ന സംഘടന ജില്ലയിലെ പല ഭാഗത്തുള്ള ആൾക്കാർ ഫോണിലൂടെയാണ് ഇവരുടെ മീറ്റിംഗ്. എന്നിട്ട് അവർ വളരെ വിജയിപ്പിച്ചു കൊണ്ടുപോകണം. വർഷത്തിൽ1 വർഷം നമ്മുടെ ആനക്കാരൻ കടുവ വേലാതേട്ടൻ്റെ സ്മരണയ്ക്കായിട്ട് ഒരു പുരസ്കാരം നൽകുന്നു. അതൊരു 15,000 രൂപ വെച്ച് കൊടുക്കുന്നു. വയ്യാത്ത ആനക്കാർക്ക് ധനസഹായം നൽകുന്നു. ക്യാൻസർ പേഷ്യൻസിന്, അത് ആനക്കാരെന്നല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കുന്നു. ആനക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസപരമായ സഹായങ്ങൾ നൽകുന്നു.
ഇതൊക്കെ ചെയ്യുന്ന അവർ ഒക്കെ കാശുകാരല്ല, അവർ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. അവർ മെമ്പർഷിപ്പ് നിന്ന് ചെറിയ പൈസ വെച്ചിട്ടും കൂലി നടത്തിയിട്ടും കലണ്ടർ വിറ്റും ഒക്കെ ചെയ്യണം. അത് അങ്ങനെ സാമൂഹികമായി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർ എന്നെ വിളിക്കാറുണ്ട്, എന്നിലൂടെ എൻ്റെ ഒരു ഉപദേശം നന്നായി സ്വീകരിക്കാറുണ്ട്. അത് വലിയ എനിക്ക് സന്തോഷമുള്ള കാര്യം. പിന്നെ ഞാൻ ഇതൊക്കെ അറിഞ്ഞാൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വേറൊരു കിറ്റ് അവിടെ എത്തിക്കും. അല്ലാണ്ട് പിന്നെ ഒരാൾക്കൊരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ ഒരു ചാക്കരി കൊണ്ടു കൊടുക്കാൻ ഇപ്പോൾ നമ്മൾ പെടം കൈയും വലം കൈയും നിറഞ്ഞ് വലിയ ത്യാഗമൊന്നും വേണ്ട. എനിക്ക് പറ്റുന്നതാണ് ഞാൻ ചെയ്യും, സാധിക്കുകയാണെങ്കിൽ. അതേ ആനഫീൽഡുകാരാവണം എന്നില്ലാന്ന്, ഒരു സഹജീവിയാണെങ്കിൽ ചേർത്ത് പിടിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. നന്നായി ശ്രമിക്കാൻ നമ്മുടെ കുറേ ഉണ്ടാവണം, കുറേ ഇല്ലല്ലോ. കിട്ടുന്നതിൽ നിന്ന് ഒരു ഭാഗം കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. നമുക്കിങ്ങനെ ഈ പോണ കാലം ആനമണിയായിട്ട് പോകാൻ തന്നെ താല്പര്യം. ആനമണി എന്ന് വിളിക്കുക എല്ലാവരും, അടുപ്പുള്ളവരൊക്കെ. അപ്പം അങ്ങനെ വിളിച്ചുകൊണ്ട് എനിക്ക് എതിർപ്പില്ലാന്ന്. അപ്പോൾ ഇത് തന്നെ ഞാൻ ആസ്വദിക്കുന്നു. എൻ്റെ സന്തോഷം ഇത് തന്നെയാണ്. ജീവിക്കുന്നത് ആനയ്ക്ക് വേണ്ടി, ജീവിതം തന്നെ ജീവിതവും ആനയ്ക്ക് വേണ്ടി. അങ്ങനെ പോകാൻ തന്നെ ആനകളുണ്ടായാൽ മതി. ആനകളുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ തന്നെ ആനകൾ ഉണ്ടാവട്ടെ. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ ആഘോഷങ്ങളെല്ലാം നിലനിൽക്കട്ടെ. ഇതൊക്കെ നമ്മൾ, ഞാനോ നീയോ അല്ലെങ്കിൽ നമ്മുടെ തലമുറകളോ ഒന്നും അല്ല തന്നെ, പക്ഷേ നമുക്കിത് പൂർവികന്മാരായിട്ട് പകർന്നു തന്ന നമ്മുടെ സംസ്കാരം തന്നെയാണ്. അപ്പോൾ ഇത് നിലനിൽക്കുന്നത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ്. ഇത് നിലനിർത്താൻ പരിശ്രമിക്കേണ്ടത് നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വമാണ്. ഒരു ഉത്സവം, പൂരം എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലത്തെ ഒരു പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറേ ബന്ധുക്കൾ വരും. ബന്ധുക്കളുടെ കുടുംബപരമായ ഐക്യങ്ങളും സന്തോഷങ്ങളും ഉണ്ടാവും. ഓണം, വിഷു അല്ലെങ്കിൽ ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പൊതുവായ ആഘോഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ബന്ധുക്കളുടെ വീട്ടിലേക്ക് എങ്ങനെ വരിക? ഒരു പെരുന്നാൾ വിളിച്ചാൽ പെരുന്നാൾ നമ്മളെല്ലാ വീടുകളിലും ചെല്ലും. നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ പൂരാണ്, നമ്മുടെ വീട്ടിലത്തെ പൂരാണ് നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ ദൂരത്തെ ബന്ധുക്കൾ നമ്മൾ ക്ഷണിക്കും. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളുടെ ഒരു ഊട്ടി ഉറപ്പിക്കലേക്കാണ് ഇത്, അതിനൊക്കെ ആണിത്. അതോടൊപ്പം ഈ ചടങ്ങുകൾക്കൊക്കെ അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്. ഇതെല്ലാം നിലനിന്നാലേ ഇതുണ്ടാവുള്ളൂ. അതിനൊക്കെ ഈ പ്രകൃതി ഉണ്ടാവണം. പ്രകൃതി ഉണ്ടാവണമെങ്കിൽ അറിയാലോ, ഉണ്ടാവട്ടെ. ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം സഞ്ചരിച്ചു എന്ന് നമുക്കും പറയാം. നമുക്ക് പറ്റുന്ന പോലെ ഈ മേഖലയ്ക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന നമ്മുടെ കർത്തവ്യം നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ പറയുന്നത് കേട്ട് ഒരാളെങ്കിലും മാറിയാൽ നമ്മൾ ഭാഗ്യവാനാണ്. മാറിയെന്ന് ചിന്തിക്കാലോ. ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. ഡാമിലേക്ക് ആന പിടിക്കാൻ പോയ കാര്യം, അത് ഞാനാ ഞങ്ങളുടെ കയ്യിൽ പപ്പു എന്ന് പറഞ്ഞ ആന, പപ്പു മൂത്താന്തറ പപ്പു, ട്രാൻസ്ഫോമർ പപ്പു എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ആന